അടുത്തതായി ഹംസ. സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ സ്റ്റേറ്റ് അവാർഡ് നേടിയ 2 കൺട്രീസ് ഫിലിമിൻ്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്ന ഹംസ. ആദരിക്കുന്നതിനായി സുരേഷ് ബാബു മാഷെ ക്ഷണിക്കുന്നു. നമ്മുടെ സഹപാഠി രജനി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തളിക്കുളത്ത് നിറഞ്ഞു നിൽക്കുന്ന രജനി കെയെ ക്ഷണിക്കുന്നു. ആദരിക്കാനായി പ്രിൻസി ടീച്ചറെ ക്ഷണിക്കുന്നു. ആദരിക്കുന്നതിന് രമണി ടീച്ചറെ ക്ഷണിക്കുന്നു, മ്യൂസിക് ടീച്ചർ. പ്രിയപ്പെട്ട എൻ്റെ അധ്യാപകരെ, അധ്യാപികമാരെ, എൻ്റെ സ്നേഹനിധിയായ കൂട്ടുകാരെ, എനിക്ക് പണ്ടത്തെ പോലെ അങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ല. കാരണം മാനസിക ടെൻഷനാണ്. ഇതിൽ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടിയ എൻ്റെ വളരെ കഷ്ടപ്പാടുകൾ അനുഭവിച്ച എൻ്റെ സ്നേഹിതന്മാരായ പ്രബീഷ്, ഷിഹാബ്, സ്നേഹലിജി, അനിത, അങ്ങനെ എൻ്റെ ഒരു ഏറ്റവും കൂട്ടുകാരൻ സുരേഷ്, പിന്നെ ഒരുപാട് പേരുണ്ട്. ഞങ്ങളൊക്കെ ഗൾഫിൽ നിന്നിട്ട് അവർക്കൊരു ലൈക്ക് അടിച്ചു കൊടുക്കുള്ളൂ. പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നവരാണ്. അപ്പോൾ അവരോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഒരു വില്ലനായിരുന്നു ശരിക്കും സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പോൾ എനിക്ക് ടീച്ചർമാരെയും അധ്യാപകരെ ഒന്ന് കാല് തൊട്ട് വന്ദിക്കുന്ന ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് തുളസി ടീച്ചർ എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്യണത്. കാരണം ഞാൻ ടീച്ചർമാർ ഇരിക്കാൻ പറയുമ്പോൾ ഞാൻ നിൽക്കും, അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നു. അപ്പോൾ എന്നെ ഒരുപാട് നന്നാക്കാൻ നോക്കിയുള്ള നമ്മളെ അബ്ദുള്ള മാഷ്. ഒരു കൊല്ലത്തിൽ ഞാൻ 8 പ്രാവശ്യം എൻ്റെ ഉപ്പ സ്കൂളിൽ വരും. പിന്നെ അങ്ങനെ എന്നെ നന്നാക്കാൻ നോക്കണം കേട്ടോ. പക്ഷേ ഞാൻ ഗൾഫിൽ പോയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞു പോയൊരു ദിവസം ഉണ്ടായിരുന്നു. അതായത് ഒരു തലയണ മുഴുവൻ കരഞ്ഞു തീർത്തു കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ചിട്ട്. ടീച്ചേഴ്സ് പറഞ്ഞിരുന്നു ക്ലാസ് എടുക്കുമ്പോൾ, നിങ്ങളിപ്പോൾ അനുഭവിക്കില്ല, പിന്നീട് നിങ്ങൾ അനുഭവിക്കുമെന്ന്. അത് റിയാലിറ്റി ആയിട്ട് എൻ്റെ അനുഭവത്തിലുണ്ടായി. അപ്പോൾ ഇപ്പോഴും ഞാൻ സ്കൂളിൽ നിന്ന് പോയപ്പോൾ പിന്നെ ഇതിലെ റോട്ടിലൂടെ പോകുമ്പോൾ തിരിഞ്ഞു നോക്കില്ല. കാരണം എനിക്ക് പേടിയാണ് കിടക്കാൻ. കാരണം നമ്മളങ്ങനെ ചെയ്ത് കൂട്ടിയാണ്. പിന്നെ പല പല മുഖങ്ങളും ഓർമ്മ വരും. അതുകൊണ്ട് ഞാൻ സ്കൂളിൽ തിരിഞ്ഞു നോക്കാറുണ്ടായില്ല, അങ്ങനെ വരാറുമില്ല. പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ മക്കളെ പോലും ഞാനിവിടെ ചേർത്തിയില്ല. കാരണം എൻ്റെ പോലെ ആവോ എന്നുള്ളൊരിതിൽ. പക്ഷെ മക്കളങ്ങനെ ഒന്നല്ല കേട്ടോ. കാരണം മക്കളെ ശരിക്കും നോക്കണ വൈഫാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എന്നിൽ നിന്ന് എൻ്റെ ടീച്ചേഴ്സിന്, എൻ്റെ ഗുരുദാതന്മാർക്ക് എന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എൻ്റെ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. പിന്നെ എനിക്ക് ഈ ഒരു അവസരം തന്ന എൻ്റെ സഹപാഠികളോട് പ്രത്യേകം നന്ദി പറയണം. ഓക്കെ, താങ്ക് യു. സദസ്സിലുള്ള എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഈ രംഗത്ത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. കാരണം 1984, കൃത്യമായിട്ട് എനിക്ക് ഡേറ്റൊന്നും ഓർമ്മയില്ല, 84 കണ്ടശാങ്കടവിൽ ഞാൻ 2 കൊല്ലം വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ 8ാം ക്ലാസ് കെ വരെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അടുത്തൊന്നും അവിടെ നിന്ന് പോകേണ്ടി വരില്ല, സ്വസ്ഥമായി സമാധാനമായി എൻ്റെ പോസ്റ്റ് ഉറപ്പായി എന്ന്. അങ്ങനെ 2 കൊല്ലം അവിടെ കഴിഞ്ഞപ്പോഴാണ് 3ാം വർഷത്തിൽ കാരമുക്ക് ഹൈസ്കൂൾ അപ്ഗ്രേഡ് ചെയ്യാണ്. കാനോലി കനാലിലെ ഒഴുക്ക് പോലെ എൻ്റെ കുട്ടികളും എൻ്റെ സ്കൂളും അങ്ങോട്ടും ഒഴുകി ഒരു പോക്കായിരുന്നു അത്. എന്നെപ്പോലുള്ള ജൂനിയേഴ്സ് പോസ്റ്റില്ലാതെ നിൽക്കുമ്പോൾ അന്ന് എവിടേക്കെങ്കിലും ഒന്ന് സ്ഥാനം വേണമല്ലോ. അപ്പോഴാണ് തളിക്കുളത്ത് ഒരുപാടില്ല, കുറച്ച് വേക്കൻസി ഉണ്ടെന്നും അവിടേക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നതും എനിക്കിവിടെ സ്ഥാനം കിട്ടുന്നതും. അങ്ങനെ എന്നെ കൈനീട്ടി സ്വീകരിച്ച, എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സ്വീകരിച്ച ഈ മഹാസ്ഥാപനമാണ്. ഇവിടെ വന്ന് എനിക്ക് ഞാനന്ന് ചെറുപ്പമാണ്, ഒരുപാട് അറിവില്ലായ്മകളുണ്ടായിരുന്നു, ഒരുപാട് വിവരമില്ലായ്മകളുണ്ടായിരുന്നു.
അതൊക്കെ സഹിച്ച, അതൊക്കെ ക്ഷമിച്ച എൻ്റെ കുട്ടികൾ, ഇവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ധൈര്യവും ശക്തിയൊക്കെ കിട്ടിയിട്ടുള്ളത്. ഒരു കാര്യവും ഞാൻ മനസ്സിൽ വെച്ചിട്ടില്ല, അത് ഞങ്ങൾ ചെയ്യാറുമില്ല. ആ പീരീഡ് കഴിഞ്ഞാൽ അത് അവസാനിക്കും, പിന്നെ അടുത്ത പീരീഡിനെ കുറിച്ചാവും നമ്മൾ ചിന്തിക്കുക. അന്ന് തളിക്കുളത്തൊക്കെ ന്യൂസ് ഉണ്ടാവുന്നത് എപ്പോഴും ഒരുപാട് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ, ഹൈവേയുടെ ഒരു മൂർധന്യാവസ്ഥയിൽ. അത് തന്നെയല്ല, ഒരുപാട് കുറവുകളുള്ള ഒരു സ്ഥലമായിരുന്നു തളിക്കുളം. 10 കൊല്ലമാണ് ഞാനിവിടെ ജോലി ചെയ്തത്. ഇന്ന് തളിക്കുളം വളരുകയാണ്, സാമ്പത്തികമായി, സാംസ്കാരികമായി, വിദ്യാഭ്യാസപരമായി, പ്രകൃതിയെ സ്നേഹിക്കുന്നവരായി. ആ വളർച്ച നല്ലപോലെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തളിക്കുളത്ത് ഓരോ ന്യൂസും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ആ വളർച്ച എന്നും ഉണ്ടാവട്ടെ, ആ വളർച്ച മുരടിക്കാതിരിക്കട്ടെ. അതുപോലെ തളിക്കുളം തിളങ്ങുകയാണ്. ആ തിളക്കമാണ് നമ്മളിവിടെ കേട്ടത്, ആ പാട്ടുകളിലൂടെ. തളിക്കുളം സ്കൂളിലെ കുട്ടികളുടെ ആ ഗാനം കേട്ടപ്പോൾ ആ സാംസ്കാരികമായിട്ടുള്ള തിളക്കം മങ്ങാതിരിക്കട്ടെ. ഞങ്ങളെയൊക്കെ വിളിക്കാനും ഇതുപോലൊന്ന് സംഘടിപ്പിക്കാനും വെറുതെ ഒന്നും പറ്റില്ല. സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതിൻ്റെ പുറകിൽ. വെറുതെ ഇതൊന്നും നടക്കില്ല. അതൊക്കെ നിങ്ങൾക്ക് തോന്നിയല്ലോ. ആ തോന്നലിന് ഈ മഹാസ്ഥാപനത്തിലേക്കൊന്ന് വരാൻ തന്നെയല്ല, ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു സ്കൂള്, ഒരു വലിയ സ്ഥാപനം, ഇത്ര വലിയ ഗ്രൗണ്ട്, ഇത്ര വലിയ സൗകര്യങ്ങൾ, സാങ്കേതിക സൗകര്യങ്ങളുള്ള ഒരു സ്ഥലം വേറെ എവിടെയില്ല. അത് ഈ ഹൈവേ കൂടെ പോകുമ്പോഴാണ് എപ്പോഴും, ഞാൻ തൃപ്രയാർ പോകുമ്പോഴൊക്കെയാണ് എപ്പോഴും ഞാൻ വിചാരിക്കുക എൻ്റെ സ്കൂൾ എത്ര വലുതായിരുന്നു എന്ന്. മറ്റു സ്കൂളുകളൊക്കെ ടൗണിൻ്റെ നടുക്കിലോ കുറച്ച് ചുരുങ്ങിയാണ് കാണുക. ഇവിടെ മാത്രമാണ് ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ പഠിപ്പിക്കാനും ഇവരുടെ പൾസറിയാനും എനിക്ക് സാധിച്ചതിൽ, എൻ്റെ കുട്ടികളെ കുറച്ച് കാലമെങ്കിലും എനിക്ക് കൊണ്ട് നടത്താൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എനിക്കിവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ അധ്യാപകരോട് എനിക്ക് സന്തോഷമുണ്ട്. അവരെ കാണാൻ സാധിച്ചതിൽ എനിക്ക് നന്ദിയുണ്ട്. എനിക്കൊരു 2 വാക്ക് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ എന്താ പറയണ്ടേ. ഇതൊക്കെ കേട്ട് ആസ്വദിച്ച് ഞാനിവിടെ ഇരിക്കുകയാണ്. എല്ലാത്തിനും നന്ദി, നന്ദി, നന്ദി. ഗുരുജനങ്ങളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, അവരുടെ കുടുംബാംഗങ്ങളെ, നന്ദി പറയുക എന്ന് പറയുമ്പോൾ എവിടെയാണ് തുടങ്ങേണ്ടത് എന്നുള്ള ഒരു സംശയം സാധാരണ വരാറുണ്ട്. ആദ്യമായി എനിക്ക് തോന്നുന്നത് ഈ ക്ലാസ് 91-ൻ്റെ ആഘോഷങ്ങൾ തുടങ്ങാനും നമുക്കിവിടെ പഠിക്കാനും ഇതിനൊരു അവസരമുണ്ടായത് ഇവിടെ ഇങ്ങനെ ഒരു വിദ്യാലയം ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഈ വിദ്യാലയം ഇവിടെ ഉണ്ടാവാനായി പ്രയത്നിച്ച മഹാരഥന്മാർക്ക്, ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന കഷ്ടപ്പാടുകൾക്കാണ് ഞാൻ ആദ്യം നന്ദി പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ ഇന്നലകൾ, നമ്മുടെ ഇന്ന്, നമ്മുടെ നാളെ, ഇതെല്ലാം രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് നമ്മുടെ അധ്യാപകരാണ്. അവർക്ക് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി രേഖപ്പെടുത്തേണ്ടതും. ഇവിടെ പല പല ശാരീരിക അവശതകൾക്കിടയിലും നമ്മുടെ അടുത്ത് വരാനും നമ്മുടെ ഈ സന്തോഷം ഏറ്റുവാങ്ങാനും നമ്മൾ അനുഗ്രഹിക്കാനും എത്തിച്ചേർന്ന ഓരോ അധ്യാപകർക്കും ക്ലാസ് 91-ൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ നമ്മുടെ ഈ ചെറിയ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ വിദ്യാധരൻ മാസ്റ്റർ, അതുപോലെ കവി, ഗാനരചയിതാവ് ശ്രീ അങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, ഇവർക്ക് നമ്മുടെ ക്ലാസിൻ്റെ നിശ്ചയമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ആളുകളുടെ പേരുകൾ ഒന്നും പറയണ്ട എന്നാണ് ആദ്യം നമ്മൾ തീരുമാനിച്ചത്. പക്ഷേ വ്യക്തിപരമായി എനിക്ക് തോന്നി ചില പേരുകൾ പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദികേടായി മാറുമെന്ന്. നമ്മുടെ ലൈഫ് 91 എന്ന ഈ സംരംഭം ആരംഭിക്കുന്നത് നമ്മുടെ എല്ലാം സുഹൃത്തായിരുന്ന അനൂപിൻ്റെ മനസ്സിലാണ് ആദ്യം. അനൂപാണ് നമുക്ക് ഒന്നുകൂടി തളിക്കുളം ഹൈസ്കൂളിൻ്റെ മുറ്റത്തേക്ക് പോകണ്ടേ എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് പ്രബീഷ്, അങ്ങനെയുള്ള നാട്ടിലെ ചില കൂട്ടുകാർ ചേർന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പിന് രൂപം നൽകുകയും അതിലിങ്ങനെ ഓരോരോ മെമ്പർമാരെയായി കണ്ടെത്തുകയും ആഡ് ചെയ്യുകയും, ഞാനൊരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു ഗ്രൂപ്പിൽ
വന്നിട്ടാണ് പിന്നെ കാണുന്നത്. നമുക്ക് പരിചയമില്ലാത്ത കുറേ ആളുകളാണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുള്ളവർ വരുന്നു. അങ്ങനെ സാവധാനത്തിൽ വികസിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഈ വാട്സപ്പ് ഗ്രൂപ്പാണ് ഇതിൻ്റെ അടിസ്ഥാനമായി വന്നു ചേർന്നിട്ടുള്ളത്. ഈ വാട്സപ്പ് ഗ്രൂപ്പിനെ തുടക്ക കാലഘട്ടത്തിൽ സജീവമായി നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ചില പേരുകളുണ്ട്. നമ്മളിന്ന് നമ്മുടെ ഷഫീഖിൻ്റെ പാട്ടില്ലാതെ ആർക്കും വൈകുന്നേരങ്ങളിൽ ഉറങ്ങാൻ കഴിയില്ല എന്ന് സ്നേഹലിജി പറയുകയുണ്ടായി. ഈ ഷഫീഖാണ് 4-5 പേരുണ്ടായിരുന്ന ഒരു കാലത്ത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് എന്നും രാവിലെ വന്നിട്ട് പറയും ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നു, വൈകുന്നേരം വന്നിട്ട് പറയും ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു, ഒരു പാട്ടും പാടും. ഹരിമുരളീരവൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അതിൻ്റെ സംഗതികളൊക്കെ യേശുദാസും രവീന്ദ്രൻ മാഷൊക്കെ ചെയ്തതിനേക്കാളൊക്കെ ഒരുപാട് അങ്ങ് കയറിപ്പോകും സംഗതികളൊക്കെ. അപ്പം അങ്ങനെ സജീവമായി നിലനിർത്തിയിരുന്നു. ഓവർസീസ് മെമ്പേഴ്സാണ്, പലർക്കും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. നജ്മു, ബൈജു വേലായുധനെ പോലെ ബൈജു വേലായുധനൊക്കെ ഓരോ മെമ്പർമാരെയും അവിടെ നിന്ന് ഫോണിൽ വിളിച്ചിട്ടൊക്കെയാണ് നമ്മുടെ പരിപാടിക്ക് ആളെ കൂട്ടിക്കൊണ്ടിരുന്നത്. ഷഫീഖ്, പിന്നെ മുഹമ്മദ് വളരെ സജീവമായ മെമ്പർമാരാണ്. നാട്ടിൽ ഷെരീഫുണ്ട്, പ്രബീഷ്. പിന്നെ അടുത്ത ലെവലിലേക്ക് വരുമ്പോൾ ഇതിനെ ഒരു സംഘടനാ രൂപത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അതൊരു നമുക്ക് ഇവിടുന്ന് കിട്ടിയ ഡാറ്റ എന്ന് പറയുന്നത് വളരെ റോ ആയിട്ടുള്ളൊരു ഡാറ്റയാണ്. കുറേ നമ്മുടെ ബാച്ചിൽ പഠിച്ചതും അല്ലാത്തതുമായ കുറേ ആളുകളുടെ ലിസ്റ്റാണ് നമുക്ക് ഇവിടുത്തെ സ്കൂൾ രജിസ്റ്ററിൽ നിന്ന് കിട്ടിയത്. ഇതൊക്കെ എല്ലാം ടൈപ്പ് ചെയ്തൊരു രൂപത്തിലാക്കുന്നതിനും എക്സൽ ഷീറ്റിലാക്കുന്നതിനും കോൺടാക്റ്റ് ചെയ്തവരുടെ ലിസ്റ്റും കോൺടാക്റ്റ് ചെയ്യപ്പെടുന്നവരുടെ ലിസ്റ്റും ഓരോ അപ്ഡേഷനും ചെയ്തുകൊണ്ടിരുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളാണ് നമ്മുടെ ആദർശും ജാഫറും അങ്ങനെയുള്ള ആളുകൾ. അവരെയൊന്നും നമുക്ക് ഇതിലും വിസ്മരിക്കാൻ കഴിയില്ല. അതുപോലെ പിന്നെ ഇതിലത്തെ ഏറ്റവും, ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഇതിലത്തെ ഏറ്റവും വലിയൊരു കാര്യമാണ് സാമ്പത്തികം. ഈ സാമ്പത്തികം എല്ലാത്തിനും അടിസ്ഥാനമായിരിക്കും. ഈ സാമ്പത്തികം നമുക്ക് ആദ്യം തന്നെ ടെൻഷനില്ലാതെ മുന്നോട്ട് കാര്യങ്ങൾ പോകാനായിട്ട് നമുക്ക് സാധിച്ചത് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള കുറച്ച് പേര് വലിയ ഭീമമായ തുകകൾ ഇതിലേക്ക് സംഭാവന ചെയ്തുകൊണ്ടാണ്. 100 മുതൽ 35,000 വരെ തുകകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോ രൂപയും തന്നുള്ള ആളുകളെ കുറച്ച് കാണുകയല്ല. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള മുഹമ്മദ് സഗീർ, സജിത്ത് മുഹമ്മദ് അലി, സജിത്ത് വിജയൻ, സലീം ഷിനാസ് എന്നിവരൊക്കെ വലിയ വലിയ തുകകൾ ഇതിൽ സംഭാവന ചെയ്തിട്ടുള്ളവരാണ്. അത് നമുക്ക് വളരെ സുഗമമായി മുന്നോട്ട് പോകാൻ ഊർജം പകർന്നിട്ടുള്ള കാര്യമാണ്. പിന്നെ പണം മാത്രമല്ല, പണം ഉണ്ടായതുകൊണ്ട് എല്ലാം ആവുന്നില്ല. സന്നദ്ധരാവണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അതിനേറ്റവും മുന്നിൽ നിന്നിട്ടുള്ള ആളുകളാണ് സഗീർ പി ടി, സുരേഷ് CS, അനിത, മല്ലിക, ബീന, ഷിനി, സ്നേഹലിജി, സിന്ധു സന്തോഷ്, സന്ധ്യ TC എന്നുള്ള ആളുകളൊക്കെ. ഇവർക്കെല്ലാവർക്കും തന്നെ ലൈഫ് 91-ൻ്റെ സ്നേഹാദരങ്ങളും നന്ദിയും കടപ്പാടും നമുക്കൊരിക്കലും ഒരു വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഈ ലൈഫ് 91 നടക്കുമായിരുന്നില്ലേ എന്ന് ഒരു ചോദ്യം വരികയാണെങ്കിൽ അത് ഒരേ ഒരു പേരാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ സംഘടനയുടെ സെക്രട്ടറി ഷിഹാബാണ്. ഇതിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളുടെയും പ്ലാനിങ്ങിന് പിന്നിൽ ഷിഹാബിൻ്റെ ഉറക്കമില്ലാത്ത രാത്രികളും വിശ്രമമില്ലാത്ത പകലുകളുമാണ്. ഷിഹാബിനും നമ്മുടെ ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പേര് ഇവിടെ പരാമർശിക്കാത്ത ഓരോരുത്തർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.